ഹൈറേഞ്ച് ബസ് സൗഹൃദ സംഘത്തിന്റെ നേതൃത്വത്തിൽ സഹായനിധി വിതരണം സംഘടിപ്പിച്ചു. ഇടുക്കി ലൈവ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് Admission open for academic year 2024-25. ഹൈറേഞ്ച് ബസ് സൗഹൃദ സംഘം അംഗങ്ങളിൽ നിന്നും സമാഹരിച്ച സഹായനിധി വിതരണമാണ് കട്ടപ്പന പ്രസ് ക്ലബ് ഹാളിൽ വെച്ച് നടന്നത്. വൃക്കരോഗബാധിതരായ 3 ബസ് ജീവനക്കാർക്ക് ധനസഹായം നൽകി. സഹായനിധി വിതരണം അധ്യാപികയും കവയിത്രിയുമായ സൽമാ ശ്യാം ഉദ്ഘാടനം ചെയ്തു. ഒന്നിനും സമയം തികയുന്നില്ലെന്ന് മുറവിളി കൂട്ടുന്ന ഈ കാലഘട്ടത്തിൽ സഹജീവികൾക്കായി സമയം കണ്ടെത്തി പ്രവർത്തിക്കുന്ന ഹൈറേഞ്ച് ബസ് സൗഹൃദ സംഘത്തിന്റെ പ്രവർത്തനം സമൂഹത്തിന് നൽകുന്ന സന്ദേശം വലുതാണെന്ന് സൽമാ ശ്യാം പറഞ്ഞു. സംഘടന ഈ സംഘത്തെ രൂപീകരിക്കുന്നതിന് വേണ്ടി, ഇതിന് പിന്നിൽ പ്രവർത്തിക്കുന്നതിന് വേണ്ടി ഒരുപാട് കഠിനമായ വഴികളിലൂടെ അവർക്ക് നടക്കേണ്ടി വന്നിട്ടുണ്ടാവാം. മുൻപ് ഈ ബസ് ജീവനക്കാരായി പ്രവർത്തിച്ചിട്ടുണ്ടായിരുന്ന ആളുകളെ അവരുടെ ചരിത്രം തേടി ഞാൻ മനസ്സിലാക്കിയെടുത്തോളം കുടിയേറ്റ മേഖലയിൽ അന്നുണ്ടായിരുന്ന ജീവനക്കാരെ ഉൾപ്പെടെ അവരുടെ ചരിത്രം ഉൾപ്പെടെ അവരന്വേഷിച്ചു പോയിട്ടുണ്ട്. അപ്പൊ അന്ന് മുതലുള്ള ആ ചരിത്രവും ആരൊക്കെയുണ്ട്, ഇന്ന് ആരൊക്കെ ഈ മേഖലയിൽ വർക്ക് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ അവശത അനുഭവിക്കുന്ന ആരൊക്കെയുണ്ട് എന്നൊക്കെ അന്വേഷിച്ച് പോയി ഈ ഒരു പ്രവർത്തന മേഖലയിൽ എത്രയോ ദിവസങ്ങളായി. എന്നുവെച്ചാൽ നമുക്കറിയാം, ബസ് ജീവനക്കാരെന്ന് പറയുമ്പോൾ സമയത്തെക്കുറിച്ച് പറഞ്ഞുവെങ്കിലും അവർക്ക് ആ ഒരു മേഖലയിൽ വർക്ക് ചെയ്യുന്ന ആളുകൾക്ക് പ്രിയപ്പെട്ടവരുടെ ജന്മദിനങ്ങളോ സ്വന്തം വെഡിങ് ആനിവേഴ്സറിയോ, ഇപ്പൊ ഈ ഒരു സോഷ്യൽ മീഡിയ ഇത്രയും വളർന്ന കാലഘട്ടത്തിൽ എന്തും ഏതും ആഘോഷമാക്കി മാറ്റുന്ന ആളുകളാണ് നമുക്കിടയിലുള്ളത്. അപ്പൊ അവരുടേതായ ആഘോഷങ്ങളൊക്കെ മാറ്റിവെച്ച് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്, എത്രയോ ജീവനുകൾ കൈപിടിച്ചാണ് ഒരു ഡ്രൈവർ അല്ലെങ്കിൽ ആ ബസ് ജീവനക്കാര് എത്ര ശ്രദ്ധയോടുകൂടി ചെയ്യേണ്ട ഒരു ജോലിയാണ് എന്നത് നമുക്ക് നമ്മുടെ ജീവിത തിരക്കിനിടയിൽ മറന്നുപോകുന്ന കാര്യങ്ങളാണ് ഇവയൊക്കെ. ഇതിനിടയിൽ ഇങ്ങനെ ഒരു കൂട്ടായ്മ രൂപീകരിക്കുകയും ഈ കൂട്ടായ്മയിലെ ഓരോ അംഗങ്ങളെയും സന്തോഷത്തിലും അവരുടെ സന്താപത്തിലും ചേർത്ത് നിർത്തുകയും അവരുടെ സന്തോഷത്തിൽ പങ്കാളികളാവുകയും ചെയ്യുക എന്നുള്ളത് ഒരു വലിയ കാര്യം തന്നെ. തുടർന്ന് നടന്ന യോഗത്തിൽ SSLC ഹയർ സെക്കൻഡറി പരീക്ഷകളിൽ വിജയിച്ച കുട്ടികളെയും രക്തദാന രംഗത്ത് സംഘടനയോട് സഹകരിച്ച കട്ടപ്പനയിലെ ചുമട്ട് തൊഴിലാളികളെയും അനുമോദിച്ചു. എം നവീൻ, ആദിത്യൻ എൽ എ, പ്രൈവറ്റ് ബസ് ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ കട്ടപ്പന യൂണിറ്റ് സെക്രട്ടറി ഷാജി മാത്യു മുഖ്യാതിഥിയായിരുന്നു. ഹൈറേഞ്ച് ബസ് സൗഹൃദ സംഘം പ്രസിഡന്റ് പ്രസാദ് വിലങ്ങുപാറ അധ്യക്ഷത വഹിച്ചു. സാഹചര്യത്തിൽ നിന്നാണ് ഇത്ര ഒരു കൂട്ടായ്മയിൽ നമ്മൾ ആലോചിച്ചതും നമ്മുടെ സഹപ്രവർത്തകരുമായിട്ട് പങ്കുവച്ചത്. എനിക്ക് തോന്നുന്നത് പക്ഷേ കേരളത്തിൽ ഈ ഒരു മേഖലയെ ആദ്യത്തെ ഒരു കൂട്ടായ്മയായിരിക്കും. വർഷങ്ങൾക്ക് ശേഷം ഈ തൊഴിൽ മേഖലയിൽ വിട്ടുപോയി വിശ്രമ ജീവിതം നയിക്കുന്ന, രോഗബാധിതരൊക്കെ അല്ലെങ്കിൽ മായാധികം കൊണ്ടൊക്കെ വിശ്രമ ജീവിതം നയിക്കുന്ന നമ്മുടെ സഹപ്രവർത്തകരെയും ഇപ്പോൾ ഈ മേഖലയിലുള്ള ആളുകൾ ഉൾപ്പെടെ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ 3 തലമുറയിലെ കണ്ണികളെ ഒരേ ചങ്ങലയിൽ പുറത്ത് നമുക്ക് സംഘടിപ്പിക്കാൻ കഴിഞ്ഞിട്ടുള്ളത് ഈ ബസ് മേഖലയിൽ ഒരുപക്ഷെ കട്ടപ്പനയിൽ നമ്മുടെ സംരംഭമായിരിക്കുന്നതിൽ യഥാർത്ഥതയോടെ നന്ദിയോടെ നമുക്ക് വളരെ അഭിമാനത്തോടെ പറയാൻ കഴിയും. അതിന് നമുക്ക് ഓരോരുത്തരോടും പ്രത്യേകം നന്ദി അർപ്പിക്കുകയാണ്. പിന്നെയുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ കുടുംബത്തിലെ കുട്ടികൾ അവര് +2-നും SSLC-ക്ക് വിജയിച്ച കുട്ടികളും എത്തിയിട്ടുണ്ട്. അവരെ ആദരിക്കുന്ന ഒരു ചടങ്ങുണ്ട്. അതോടൊപ്പം തന്നെ നമ്മൾ ഈ ഏറ്റവും വലിയ സാമൂഹ്യ സേവന പ്രവർത്തനം ഇതിന്റെ ഭാഗമായി നമ്മൾ ചെയ്തു തുടങ്ങിയത്, നമ്മുടെ കൂട്ടായ്മ തുടങ്ങിയ ശേഷം നമ്മൾ ആദ്യം ചെയ്തത് രക്തദാന രംഗത്ത് കിടക്കുകയാണ്. അതിനുവേണ്ടി നമ്മളൊരു ബ്ലഡ് ഡൊണേഷൻ വിങ് എന്ന് പറഞ്ഞ് ഒരു സെപ്പറേറ്റ് തന്നെ രൂപീകരിച്ച് നമ്മുടെ രാജേഷും ജോയിലും അതുപോലെ ഗുരുദേവന്റെ സംഗീതം ഇവര് കോർഡിനേറ്റർമാരായി നമ്മൾ രൂപീകരിച്ചു. അതിന്റെ ഭാഗമായി നമുക്ക് 2 തവണ നമ്മൾ കട്ടപ്പന സെന്റ് ജോൺസിൽ ബ്ലഡ് കൊടുത്തു. അതിലൊരാൾ നമ്മുടെ അപ്പുകുട്ടിയാണ്, ഇവിടെ ഒന്ന് നമ്മൂസോടെ എത്തിയിട്ടുണ്ട്. പിന്നെ ഉള്ളത് നമ്മുടെ കെട്ടിലോടിൽ വർക്ക് ചെയ്യുന്ന അവരുടെ വളരെ അങ്ങനെ സഹായം നമുക്ക് ലഭിച്ചിട്ടുണ്ട്. ഇന്ന് വളരെ റെയർ ഗ്രൂപ്പായിട്ടുള്ള A-
നെഗറ്റീവ് ബ്ലഡ് ഇന്ന് തേനി മെഡിക്കൽ കോളേജ് ആവശ്യമുണ്ടെന്നുള്ളതിന്റെ ജോയിലൊക്കെ നേതൃത്വം കൊടുത്ത് നമ്മുടെ 2 ചേട്ടന്മാരെ റെഡിലോടുള്ളവർ തന്നെ തേനി മെഡിക്കൽ കോളേജിൽ ബ്ലഡ് കൊടുത്തിട്ട് ഇപ്പൊ തിരിച്ചു പോകുന്നുണ്ട്. അപ്പൊ അങ്ങനെ സാമൂഹ്യക്ഷേമ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് വളരെ വലിയ ഒരു നേട്ടമായി കരുതുന്നു. നമ്മൾ ആദ്യം പറഞ്ഞ് ഒരിക്കൽ കൂടി ആവർത്തിക്കുകയാണ്, ഇത് ഏതെങ്കിലും തൊഴിലാളികളുടെ സേവന വേതന വ്യവസ്ഥകളിലോ അല്ലെങ്കിൽ അവരുടെ തൊഴിൽ തർക്കങ്ങളിലോ അവരുടെ മറ്റ് സമയ പ്രശ്നങ്ങളിലോ ഒന്നും ഇടപെടാനുള്ള രാഷ്ട്രീയമായ തൊഴിലാളി സംഘടനാപരമായ ഒരു കാര്യമില്ല. അവനവന്റെ രാഷ്ട്രീയമുണ്ടോ അത് അവനവന്റേത് മാത്രമാണ്. അവനവന്റെ വിശ്വാസങ്ങളും അവനവന്റേതാണ്. നമ്മുടെ കൂട്ടായ്മ എന്ന് പറയുന്നതാണ് നമ്മുടെ ജാതിയും നമ്മുടെ രാഷ്ട്രീയവും. ഇതിനകത്ത് നമ്മൾ ചിന്തിക്കുന്നത് നമ്മൾ പരസ്പരം കൈകൊടുത്ത് നമ്മുടെ സഹോദരങ്ങളെ ചേർത്ത് പിടിക്കാനും അവരുടെ വിഷമങ്ങളിൽ അവരെ തുണയാകുവാനും അതോടൊപ്പം നമ്മുടെ ഓരോരുത്തരുടെ കുടുംബങ്ങളിലുണ്ടാകുന്ന സന്തോഷകരമായ മംഗളകാര്യങ്ങളിൽ നമ്മളൊക്കെ പങ്കെടുക്കുവാനും ചെയ്യാൻ കഴിയുന്ന ഒരു വലിയ കൂട്ടായ്മ എന്നതിലുപരി നമ്മളൊക്കെ പരസ്പരം ജീവിച്ചിരിക്കുന്നു എന്ന് നമ്മളെയെങ്കിലും ബോധ്യപ്പെടുത്താൻ കഴിയുന്ന ഒരു കൂട്ടായ്മയായിട്ട് ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയണം. ടി കെ മധുസൂദനൻ നായർ, സി മോൻസി, അഖിൽ സി രവി, രാജേഷ് കുട്ടിമാളു, ടി യു ബാബു, പി വി ബിജു എന്നിവർ സംസാരിച്ചു. ഇടുക്കി ലൈവ് ന്യൂസ് കട്ടപ്പന. ഇടുക്കി ലൈവ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് A seed planted by St. Kuriakos Elias Chavra, the Carmel CMI Public School, Puliyanmala, celebrating her visionary journey among the hills of Idukki, wherein you can build the perfect life for your children. Come experience a maintained holistic balance of curricular and extracurricular activities that unleashes the potential of every child and encourages them to be a better citizen for our nation. Admission open for academic year 2024-25.